നമ്മൾ ഇന്ന് നോക്കുന്നത് ചാന്ദ്രദിനം ക്വിസ് മോക്ക് ടെസ്റ്റ് ആണ്. പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വീഡിയോ എല്ലാവരും മുഴുവനായി കാണുക. ഒന്നാമത്തെ ചോദ്യം, ചന്ദ്രനിൽ ഇറങ്ങിയ രണ്ടാമത്തെ വ്യക്തി ആരാണ്? നീൽ ആംസ്ട്രോങ്, എഡ്വിൻ ആൾഡ്രിൻ, യൂറി ഗഗാറിൻ, വാലന്റീന തെരസ്കോവ. ആൻസർ ഓപ്ഷൻ ബി, എഡ്വിൻ ആൾഡ്രിൻ. ഇന്ത്യയുടെ ചൊവ്വ ദൗത്യം ഏതാണ്? മംഗൾയാൻ, ആക്സിയം 4, ആദിത്യ L1, ഗഗൻയാൻ. ആൻസർ ഓപ്ഷൻ എ, മംഗൾയാൻ. ISRO വിക്ഷേപിച്ച ആദ്യത്തെ ഉപഗ്രഹം ഏതാണ്? ആര്യഭട്ട, ആദിത്യ L1, മംഗൾയാൻ, കാർട്ടോസാറ്റ്. ആൻസർ ഓപ്ഷൻ എ, ആര്യഭട്ട. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ എത്തുന്ന ആദ്യ ഇന്ത്യക്കാരൻ ആരാണ്? അനിൽ മേനോൻ, ശുഭാംശു ശുക്ല, രാകേഷ് ശർമ്മ, യൂറി ഗഗാറിൻ. ആൻസർ ഓപ്ഷൻ ബി, ശുഭാംശു ശുക്ല. ആദ്യമായി മനുഷ്യനെ ചന്ദ്രനിൽ എത്തിച്ച വാഹനം ഏതാണ്? അപ്പോളോ 11, സാറ്റേൺ V, ലൂണാർ മൊഡ്യൂൾ, ആർടെമിസ്. ആൻസർ ഓപ്ഷൻ എ, അപ്പോളോ 11. ബഹിരാകാശത്തിലെ കൊളംബസ് എന്നറിയപ്പെടുന്നതാരെ? ശുഭാംശു ശുക്ല, രാകേഷ് ശർമ്മ, മൈക്കൽ കോളിൻസ്, യൂറി ഗഗാറിൻ. ആൻസർ ഓപ്ഷൻ ഡി, യൂറി ഗഗാറിൻ. ഇന്ത്യയുടെ ആദ്യത്തെ വാർത്താവിനിമയ ഉപഗ്രഹം ഏതാണ്? ആപ്പിൾ, കൽപ്പന 1, ജിസാറ്റ്, ഇൻസാറ്റ്. ആൻസർ ഓപ്ഷൻ എ, ആപ്പിൾ. ഏറ്റവും കൂടുതൽ കാലം ബഹിരാകാശത്ത് ചിലവഴിച്ച വനിതയാര്? വാലന്റീന തെരസ്കോവ, സുനിത വില്യംസ്, കൽപ്പന ചൗള, പെഗ്ഗി വിറ്റ്സൺ. ആൻസർ ഓപ്ഷൻ ഡി, പെഗ്ഗി വിറ്റ്സൺ. ദ സെക്കൻഡ് ഓർബിറ്റ് എന്ന പുസ്തകത്തിൻ്റെ രചയിതാവായ ബഹിരാകാശ സഞ്ചാരി ആരാണ്? യൂറി ഗഗാറിൻ, നീൽ ആംസ്ട്രോങ്, രാകേഷ് ശർമ്മ, ശുഭാംശു ശുക്ല. ആൻസർ ഓപ്ഷൻ ഡി, ശുഭാംശു ശുക്ല. ചന്ദ്രയാൻ 2വിൻ്റെ പ്രൊജക്ട് ഡയറക്ടർ ആരായിരുന്നു? മുത്തയ്യ വനിത, M അണ്ണാദുരൈ, S അരുൺ, P വീരമുത്തുവേൽ. ആൻസർ ഓപ്ഷൻ എ, മുത്തയ്യ വനിത. ചന്ദ്രയാൻ 3 ദൗത്യത്തിലെ റോവറിൻ്റെ പേരെന്താണ്? വിക്രം, ആദിത്യ, പ്രഗ്യാൻ, ഈഗിൾ. ആൻസർ ഓപ്ഷൻ സി, പ്രഗ്യാൻ. അപ്പോളോ 11 ദൗത്യത്തിൽ ചന്ദ്രനിൽ ഇറങ്ങാൻ ഉപയോഗിച്ച ലൂണാർ മൊഡ്യൂളിൻ്റെ പേരെന്താണ്? ഓറിയൺ, ഈഗിൾ, വിക്രം, കൊളംബിയ. ആൻസർ ഓപ്ഷൻ ബി, ഈഗിൾ. 50 വർഷങ്ങൾക്കു ശേഷം മനുഷ്യരെ വീണ്ടും ചന്ദ്രനിൽ എത്തിക്കാൻ നാസ ആരംഭിച്ച പദ്ധതി? ജെമിനി, ആർടെമിസ്, മെർക്കുറി, വോയേജർ. ആൻസർ ഓപ്ഷൻ ബി, ആർടെമിസ്. ആർടെമിസ് 2 ദൗത്യത്തിലെ പേടകത്തിൻ്റെ പേരെന്താണ്? ഈഗിൾ, ഓറിയൺ, വിക്രം, ഡ്രാഗൺ. ആൻസർ ഓപ്ഷൻ ബി, ഓറിയൺ. ആർടെമിസ് 2 വിക്ഷേപിക്കാൻ ഉപയോഗിച്ച റോക്കറ്റ് ഏതാണ്? PSLV, GSLV, ഫാൽക്കൺ 9, സ്പേസ് ലോഞ്ച് സിസ്റ്റം. ആൻസർ ഓപ്ഷൻ ഡി, സ്പേസ് ലോഞ്ച് സിസ്റ്റം. വസ്തുക്കൾക്ക് ഏറ്റവും കൂടുതൽ ഭാരം അനുഭവപ്പെടുന്ന ഗ്രഹം ഏതാണ്? ഭൂമി, ചൊവ്വ, വ്യാഴം, ശനി. ആൻസർ ഓപ്ഷൻ സി, വ്യാഴം. ഭൂമിയുടെ ഇരട്ട എന്നറിയപ്പെടുന്ന ഗ്രഹം ഏതാണ്? ബുധൻ, ശുക്രൻ, ചൊവ്വ, നെപ്റ്റ്യൂൺ. ആൻസർ ഓപ്ഷൻ ബി, ശുക്രൻ. രാജ്യാന്തര ബഹിരാകാശ നിലയത്തിൽ എത്തുന്ന ആദ്യ ഇന്ത്യക്കാരൻ ആരാണ്? അനിൽ മേനോൻ, യൂറി ഗഗാറിൻ, രാകേഷ് ശർമ്മ, ശുഭാംശു ശുക്ല. ആൻസർ ഓപ്ഷൻ ഡി, ശുഭാംശു ശുക്ല. ശുഭാംശു ശുക്ലയുടെ ബഹിരാകാശ ദൗത്യത്തിൻ്റെ പേരെന്താണ്? ആർടെമിസ് 2, ആക്സിയം 4, ഗഗൻയാൻ, അപ്പോളോ 11. ആൻസർ ഓപ്ഷൻ ബി, ആക്സിയം 4. ഒരു മാസത്തിൽ രണ്ടാമതായി കാണുന്ന പൂർണ്ണ ചന്ദ്രനെ വിളിക്കുന്ന പേരെന്താണ്? ബ്ലൂ മൂൺ, സൂപ്പർ മൂൺ, ഹാർവസ്റ്റ് മൂൺ, സ്ട്രോബെറി മൂൺ. ആൻസർ ഓപ്ഷൻ എ, ബ്ലൂ മൂൺ. ബഹിരാകാശത്തെത്തിയ ആദ്യ മലയാളിയായ നാസ ശാസ്ത്രജ്ഞൻ ആരാണ്? അനിൽ മേനോൻ, രാജാചാരി, ശുഭാംശു ശുക്ല, രാകേഷ് ശർമ്മ. ആൻസർ ഓപ്ഷൻ എ, അനിൽ മേനോൻ. വിക്രം സാരാഭായ് സ്പേസ് സെൻറ്റർ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ശ്രീഹരിക്കോട്ട, ബംഗളൂരു, തുമ്പ, മഹേന്ദ്രഗിരി.
ആൻസർ ഓപ്ഷൻ സി തുമ്പ. ISROയുടെ ആസ്ഥാനം എവിടെയാണ്? ചെന്നൈ, ബംഗളൂരു, തിരുവനന്തപുരം, മുംബൈ. ആൻസർ ഓപ്ഷൻ ബി ബംഗളൂരു. ISROയുടെ ആസ്ഥാന മന്ദിരം അറിയപ്പെടുന്നത് ഏതു പേരിലാണ്? അന്തരീക്ഷ ഭവൻ, വിക്രം ഭവൻ, സാറ്റലൈറ്റ് ഹൗസ്, സ്പേസ് സെന്റർ. ആൻസർ ഓപ്ഷൻ എ അന്തരീക്ഷ ഭവൻ. ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നതാരെ? ഹോമി ജെ ബാവ, വിക്രം സാരാഭായ്, എസ് സ്വാമിനാഥ്, സതീഷ് ധവാൻ. ആൻസർ ഓപ്ഷൻ ബി വിക്രം സാരാഭായ്. ഇന്ത്യ വിക്ഷേപിച്ച ആദ്യത്തെ റോക്കറ്റ് ഏതാണ്? നൈക് അപ്പാച്ചെ, PSLV, ASLV, GSLV. ആൻസർ ഓപ്ഷൻ എ നൈക് അപ്പാച്ചെ. രാകേഷ് ശർമ്മ യാത്ര ചെയ്ത ബഹിരാകാശ വാഹനം ഏതാണ്? സോയൂസ് T-11, അപ്പോളോ 11, ആക്സിയം 4, ഗഗൻയാൻ. ആൻസർ ഓപ്ഷൻ എ സോയൂസ് T-11. രാകേഷ് ശർമ്മ ബഹിരാകാശത്തെത്തിയപ്പോൾ അദ്ദേഹം എത്രാമത്തെ ബഹിരാകാശ സഞ്ചാരി ആയിരുന്നു? 137, 138, 128, 127. ആൻസർ ഓപ്ഷൻ ബി 138. അകാലത്തിൽ പൊരിഞ്ഞ നക്ഷത്രം എന്ന് വിശേഷിപ്പിക്കപ്പെട്ടത് ആരെയാണ്? സുനിത വില്യംസ്, കൽപ്പന ചൗള, വാലന്റീന തെരഷ്കോവ, പെങ്കി വിറ്റ്സാൻ. ആൻസർ ഓപ്ഷൻ ബി കൽപ്പന ചൗള. കൽപ്പന ചൗള അന്തരിച്ച വർഷം ഏതാണ്? 2002, 2003, 2004, 2005. ആൻസർ ഓപ്ഷൻ ബി 2003. ഇന്ത്യയുടെ ആദ്യത്തെ ചന്ദ്രപര്യവേക്ഷണ ദൗത്യം ഏതാണ്? ചന്ദ്രയാൻ 1, ചന്ദ്രയാൻ 2, മംഗൾയാൻ, ഗഗൻയാൻ. ആൻസർ ഓപ്ഷൻ എ ചന്ദ്രയാൻ 1. ശ്രീഹരിക്കോട്ട സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? കർണാടക, കേരളം, മധ്യപ്രദേശ്, ആന്ധ്രാപ്രദേശ്. ആൻസർ ഓപ്ഷൻ ഡി ആന്ധ്രാപ്രദേശ്. സമുദ്ര പഠനങ്ങൾക്കായുള്ള ഇന്ത്യയുടെ ആദ്യ ഉപഗ്രഹം ഏതാണ്? ഓഷ്യൻസാറ്റ്, കാർട്ടോസാറ്റ്, ഇൻസാറ്റ്, കൽപ്പന 1. ആൻസർ ഓപ്ഷൻ എ ഓഷ്യൻസാറ്റ്. ISRO നിലവിൽ വന്ന വർഷം ഏതാണ്? ISRO നിലവിൽ വന്ന വർഷം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി 1969. നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ചോദ്യം ഇതായിരുന്നു: ബഹിരാകാശത്തെ ഏറ്റവും കൂടുതൽ കാലം കഴിഞ്ഞ ഇന്ത്യൻ വനിത ആരാണ്? ആൻസർ സുനിത വില്യംസ്. ആദ്യം ശരിയുത്തരം കമൻറ്റ് ചെയ്തവരുടെ പേര് നോക്കാം. ശിവദ ദൃശിത, സലോന, അൻവിൻ കൃഷ്ണ, ആരാധ്യ CP, വൈഗ, അർജുൻ കൃഷ്ണ, ആദ്യ വി അനീഷ്, ഋത്തിക, ആദി ശിവ് എന്നീ കുട്ടികളാണ്. എല്ലാവർക്കും ഒരുപാട് അഭിനന്ദനങ്ങൾ. ഇനി നമ്മുടെ ഈ വീഡിയോയിലെ ബോണസ് ചോദ്യം നോക്കാം. ബഹിരാകാശത്തെത്തിയ ആദ്യ ഇന്ത്യക്കാരൻ ആരാണ്? ആൻസർ അറിയുന്നവർ താഴെ കമൻറ്റ് ചെയ്യുക. ഒപ്പം നിങ്ങളുടെ പേരും കൂടെ എഴുതാൻ മറന്നു പോകരുത്. അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.